ഹായ് കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റോട് കൂടിയും വളരെ ഹെൽത്തി ആയിട്ടും വളരെ സോഫ്റ്റായിട്ട് ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ പൊടിയിലേക്ക് ഈ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കപ്പലണ്ടി ഇല്ലെങ്കിൽ അതിന് പകരം കാഷ്യൂനട്ട് എടുത്താലും മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം വറ്റി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയുടെയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്ക വരട്ടിയതാണ്. അപ്പോൾ ചക്ക വരട്ടിയുടെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കാണേ. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിന് അളവും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് കൊണ്ട് പെട്ടെന്ന് ഇത് മെൽറ്റായി വന്നോളൂ. അപ്പം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക വരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവം മതി, ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയാകും, ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. ഇനി ഒരു പാത്രം എടുത്ത ശേഷം നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2.25 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കോൺഫ്ലവറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പലഹാരത്തിനൊക്കെ നല്ല സോഫ്റ്റ് കിട്ടും. 2.25 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കോൺഫ്ലവറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5-6 ഏലക്കയും പഞ്ചസാരക്കകത്ത് പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതോടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ശർക്കര വെച്ച് നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം, തണുക്കാൻ നോക്കി നിൽക്കരുത്. ആ ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചക്കയും ശർക്കരയൊക്കെ വഴറ്റിയ പാത്രത്തിലാണ് വെള്ളം ചൂടാക്കിയത്, അതാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1/4 കപ്പ് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ടോട്ടൽ ഞാൻ 2 കപ്പ് ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തേങ്ങയുടെ മിക്സിലേക്കും പിന്നെ ഈ ഒരു മാവിലേക്ക് 1 കപ്പ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 2 കപ്പ് ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചക്ക വരട്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കണക്കൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ അധികം ലൂസും അല്ല അധികം തിക്കായിട്ടും അല്ല കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഈ ഒരു രീതിയിൽ വേണം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. അധികം കട്ടിക്കുമല്ല അധികം ലൂസിനുമല്ല. ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അപ്പങ്ങളെല്ലാം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വാഴയില കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയ ശേഷം ഇതുപോലെ കുമ്പിൾ കുത്തി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഭക്ഷണയില ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് വാഴയില എങ്ങനെയാണ് കുമ്പിൾ കുത്തുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാട്ടിയ വാഴയില ഇതുപോലെ എടുത്ത ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. താഴെ നല്ലോണം ഫില്ല് ചെയ്ത ശേഷം മാത്രമേ ഇത് ചുറ്റിയെടുക്കാവൂ. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ താഴോട്ട് പോകരുത്, ആ രീതിയിൽ വേണം നമ്മൾ നല്ലതുപോലെ
ഒട്ടും ഹോളില്ലാതെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കിത് ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ വാഴയിലൊന്ന് വാട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലാണെങ്കിലും അതുപോലെ ബൗളിലാണെങ്കിലും അപ്പോൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വാഴയിലയും കുമ്പളയില വേണമെന്നൊന്നുമില്ല, നമുക്കുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത ശേഷം നമ്മൾ ഈ ഒരു കുമ്പിൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കുഴിയിലുണ്ട്, അതിലേക്ക് നമ്മൾ എല്ലാ ഭാഗത്തും നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലിത്തട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്ററൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി അടിവശം നല്ലതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. നല്ല അടിപൊളി ഒരു മണമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം എന്തുമാത്രമാണെന്ന്. അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ളൊരു പലഹാരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ എല്ലാം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത ശേഷം ബാക്കി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കി ഞാനൊരു കുഴിയിനകത്തും ഇതുപോലെ ഒന്ന് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റോട് കൂടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാകും. നിങ്ങൾ ഈ പലഹാരം തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നമുക്കിതൊന്ന് നിങ്ങളെ ഞാൻ മുറിച്ച് കാണിക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം എന്തുമാത്രം സോഫ്റ്റാണെന്ന്. നല്ല പഞ്ഞി പോലത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഒരു പലഹാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാത്തവർ പോലും കഴിച്ച് പോകും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്.